സുരേന്ദ്രൻ എഴുതിയ ഒരു കവിതയുടെ വൃത്തത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ അവർ തമ്മിൽ ഇപ്പോൾ ടോട്ടലി അകന്നിരിക്കുക. ഈ സമയത്ത് വേണം എനിക്ക് തൻ്റെ കാര്യം അവളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ. ബട്ട് ബിഫോർ ദാറ്റ് ഐ ഹാവ് ടു ഡു യുവർ ആൻസർ. അതിപ്പോ സർ ഇത്ര പെട്ടെന്ന് നോ ഇപ്പോൾ ഉടൻ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. യു കെൻ ടേക്ക് യുവർ ഓൺ സ്വീറ്റ് ടൈം. സ്കോട്ട്ലൻഡിലെ 3 ഡിസ്റ്റിലറീസ് അടക്കം നമ്പ്യാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതാണ്ട് 5000 മില്യൺ പൗണ്ടിന്റെ ആസ്തിയുള്ള ബിസിനസ് എംപയറിന്റെ ഏക അവകാശി. അവളിനി സുരേന്ദ്രൻ കാഞ്ഞാണിയുടേതെന്നല്ല, ഏത് നാറിയുടെ മുൻകാമുകയായിരുന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു. നമ്പ്യാരോട് ആലോചിച്ച് പറയാമെന്നൊക്കെ വെറുതെ ഒരു ജാടയ്ക്ക് പറഞ്ഞെങ്കിലും അന്ന് രാത്രിയും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. പിറ്റേന്ന് കാലത്ത് തന്നെ ഞാൻ നമ്പ്യാരെ വിളിച്ച് എന്റെ സമ്മതം അറിയിച്ചു. എന്റെ ഉത്തരം എന്തായിരിക്കുമെന്ന് എന്നേക്കാൾ ഉറപ്പ് നമ്പ്യാർക്കുള്ളതുകൊണ്ടാവാം എന്റെ മറുപടി അങ്ങേരിൽ പ്രത്യേകിച്ച് ഒരു സന്തോഷവും ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്പ്യാർ സന്തോഷം കൊണ്ട് മതിമറക്കുന്നതിന് ഞാൻ സാക്ഷിയായി. ഇപ്പം എനിക്ക് ഉറപ്പായുള്ളൂ ഇത് നടക്കും. അല്ലെ പിന്നെ ഞാൻ എന്തു പറഞ്ഞാലും ഒരു കാര്യവുമില്ലാതെ അതിനെയൊക്കെ എതിർത്തുന്ന പെൺകൊച്ച് ഇക്കാര്യം പറഞ്ഞപ്പോൾ കുറച്ചു നേരം നിന്ന് ചിരിച്ചതല്ലാതെ ഒരു അക്ഷരം ഒബ്ജക്ഷൻ പറഞ്ഞില്ലല്ലോ. അതെന്തിനാ സർ ചിരിച്ചത്? അത് അവളോട് ചോദിക്കണം. എടോ, ഏതായാലും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പകൽ താനുമൊത്ത് സ്പെൻഡ് ചെയ്യണമെന്ന് അവൾ പറഞ്ഞില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. അതെന്തിനായിരിക്കും സർ? മെയിൻലി താൻ എങ്ങനെയുള്ള ഒരുത്തരാന്ന് മനസ്സിലാക്കാനാവും. എനിവേ യുവർ ഡേ വിത്ത് ഹർ ഈസ് വെരി ക്രൂഷ്യൽ, സോ മേക്ക് ഇറ്റ് ഗുഡ്. നിർണായകമെന്ന് നമ്പ്യാർ പറഞ്ഞ ആ പകലിലൂടെയാണ് ഞാൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഏതർത്ഥത്തിലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായി ഈ ദിവസം മാറിയേക്കാം. ആസ് ഐ സെഡ്, ദിസ് ഇസ് ഡെഫിനറ്റ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ ഓഫ് മൈ ലൈഫ്. And have you met with the bankers? Go meet them. മോർണിംഗ് സർ. മോർണിംഗ് വിജയ്. കോഫി? നോ സർ, ഐ എം ഓൾറെഡി ലേറ്റ്. കുമാറിനെ ഓർമ്മയില്ലേ വിജയ്ക്ക്? പിന്നെ മോളിത് അവിടെ ഉണ്ടാവും, അവളുടെ അമ്മയുടെ മേറ്റിൻ്റെ അടുത്ത്. ഹായ്. ഹായ്, ഐ എം വിജയ് ദാസ്. ഐ എം പവിത്ര. ഡാഡി പറഞ്ഞു കാണുമല്ലോ അല്ലേ? യാ, ഹി ടോൾഡ് മീ. ബട്ട് വിജയ്, ഡാഡി പറഞ്ഞിരുന്നത് നിങ്ങൾ 10 o'clock എത്തുമെന്നായിരുന്നല്ലോ. എന്നിട്ടിതിപ്പം ഐ ഓൾവേസ് ലൈക്ക് ദിസ് ഓർ ദിസ് ജസ്റ്റ് വൺ ഓഫ്? അയ്യോ അതല്ല, യുനോ ഓടി വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി, സോറി. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ.
ബൈ ദ വേ പവിത്ര, എനിക്കും ഈ ചാരിറ്റിയിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ ഒന്നിനും അങ്ങോട്ട് ടൈം കിട്ടാറില്ല. ഓ റിയലി? യാ. എങ്കിൽ ഇത് ഞങ്ങളുടെ പിങ്ക് ഡേ സെലിബ്രേഷൻസിന്റെ കൂപ്പണ. വിജയിൽ നിന്ന് തന്നെ ആവട്ടെ സ്റ്റാർട്ടിങ്. ഷോ. ഒട്ടും കുറച്ചിട്ടില്ല. 1000 pounds ആണ്. എത്ര? 1000 pounds. പിന്നെന്താ, വൈ നോട്ട്? ഇതിന്റെ പൈസ ഞാൻ എങ്ങനെ? ഏയ് അത് സാരമില്ല. ഇന്ന് പോകുന്നതിന് മുമ്പ് ഞാനത് മറക്കാതെ വാങ്ങിച്ചോളാം. ഡാഡി കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ അല്ലേ? പറയുകയും ചെയ്തു, ഞാനത് കേട്ട് കുറെ ചിരിക്കുകയും ചെയ്തു. അല്ല, എന്നെ പോലൊരു പെണ്ണിനെയൊക്കെ പ്രപ്പോസ് ചെയ്യാൻ മാത്രം വലിയൊരു ഫൂൾ ആരാന്നോർത്ത് ചിരിച്ചതാ. സോറി, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഒരിക്കലും വിജയെ പോലെ ഒരാൾക്കൊന്നും പറ്റിയ പെണ്ണേ അല്ല ഞാൻ. ഈ ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ ഫാമിലി ലൈഫൊന്നും എനിക്ക് പറ്റില്ല വിജയ്. ഒന്ന് ടയർഡ് ആകുമ്പോൾ താങ്ങാൻ, കൂടെ നിൽക്കാൻ ലൈഫിലൊരു പാർട്ട്ണർ വേണം. എന്നെപ്പോലെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഫാമിലി ലൈഫൊന്നും അതിൽ കൂടുതലാവാൻ പാടില്ല. ആൻഡ് വൺ മോർ തിങ് ഇസ്, ഇമ്മൻസ്ലി റിച്ചായ CS നമ്പ്യാരുടെ ഇൻലോ എന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജും എൻ്റെ ലൈഫ് പാർട്ട്ണർ ആവാൻ പോകുന്ന ആളിന് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഡാഡിയുടെ കാലശേഷം പവൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആക്കി മാറ്റാനാണ് എൻ്റെ തീരുമാനം. സോറി. ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ട് വിജയ് ശരിക്കും ഒന്ന് ആലോചിക്കുക. എനിക്കും വേണം ടൈം. ഞാനുമായി ഒത്തുപോകാൻ പറ്റുന്ന ഒരാളാണോ വിജയ് എന്നുള്ളത് മനസ്സിലാക്കാൻ. ഡോണ്ട് വറി, വിജയ് പോലും അറിയാതെ ഞാനത് മനസ്സിലാക്കിക്കോളാം. എക്സ്ക്യൂസ് മീ. ഹലോ. ഓ ഹായ്, ഐ എം ഹിയർ ഓൺ മൈ വേ ടു കവൻട്രി. ഓ ഈശ്വര, ഇവള് ശരിക്കും ആ നമ്പ്യാരുടെ മോള് തന്നെയാണോ? ഓക്കെ, അതോ? ബൈ. ഹലോ സർ. എന്താണ് വിളിക്കാഞ്ഞത്? സോറി സർ, വരുന്ന വഴിക്ക് ഓഫീസിൽ നിന്ന് കയറി, കുറച്ച് ജോലി ഉണ്ടായിരുന്നു. പോയിട്ട് എന്തായി? പവി എന്ത് പറഞ്ഞു? എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല സർ. പക്ഷെ ഒരു കാര്യം മാത്രം നല്ല ക്ലിയർ ആയി. ഏറ്റ പണിയാ സാർ എനിക്ക് തന്നിരിക്കുന്നത്. എടോ വിജയ്, താൻ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഡെസ്പാവാതെ. ഞാൻ പറഞ്ഞിട്ടില്ലേ അവളുടെ ക്യാരക്ടർ എന്താണെന്ന്? പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. താനൊരു കാര്യം ചെയ്യുക, അവളെ ഇപ്പോൾ ഒന്ന് വിളിക്കുക. അയ്യോ, അതെന്തിനാ സർ? അതും ഞാൻ പറഞ്ഞു തരണോ? എടോ, ഇന്ന് അവളുടെ കൂടെ സ്പെൻഡ് ചെയ്ത പകൽ തനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ലെന്നും അതിനൊരുപാട് നന്ദി ഉണ്ടെന്നും ഒക്കെ വളരെ റൊമാൻറ്റിക് ആയിട്ട് വെറുതെ അങ്ങ് തട്ടിവിട്. അല്ല, അത് വേണോ സർ? എങ്കിൽ താൻ തന്നെ ഇഷ്ടം പോലെ ചെയ്യും. അയ്യോ അല്ല, ഞാൻ വിളിക്കാം സർ. സാർ ആ നമ്പർ ഒന്ന് ടെക്സ്റ്റ് ചെയ്യ്. ഓക്കെ, ഐ സെൻഡ് ഇറ്റ് ടു യു. ആ ഓക്കെ. ഇയാൾക്കിത് എന്തിൻ്റെ കേടാ? ആ എന്തെങ്കിലും ആട്ടെ.